കളേഴ്സിനെ കുറിച്ചാണ്. എന്താണ് കളർ തിയറി, എന്താണ് കളർ സൈക്കോളജി എന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് കളർ തിയറിയുടെ പുറകെ നടക്കാം, എന്നിട്ട് പറ്റുന്നവരൊപ്പം നടക്കട്ടെ. ഒരു വർക്ക് ചെയ്യാൻ നേരത്ത് ആദ്യം തന്നെ പലരും ചെയ്യേണ്ടാവുക ടൂൾസ് ഒക്കെ എടുത്ത് നിരത്തി വെക്കലായിരിക്കും. ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, കോറൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ആയിരിക്കും ആലോചിക്കുക എന്താണ് ചെയ്യാൻ പോകുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ്, ഏത് മീഡിയത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ച ഡോക്യുമെന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. സോഷ്യൽ മീഡിയ പോസ്റ്റർ, വെബ്, ബാനർ, വീഡിയോ, എൻകാർഡ്, തംബ്നെയിൽ ഇങ്ങനെയുള്ള ഡിജിറ്റൽ മീഡിയത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കുകളാണെങ്കിൽ RGB മോഡിലാണ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യേണ്ടത്. പ്രിന്റിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ CMYK മോഡിൽ. പക്ഷെ പ്രിന്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനും ഇമേജ് മാനിപ്പുലേഷനിൽ നല്ല പണി എടുക്കേണ്ടുന്ന ഒരു സാധനമാണ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് CMYK മോഡിൽ എടുക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഫിൽറ്ററിങ് RGB മോഡിൽ കിട്ടുന്ന എല്ലാ ഫിൽറ്ററിങ് ഓപ്ഷൻസും CMYK മോഡിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി RGB മോഡിൽ തന്നെ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് CMYK പ്രിവ്യൂവിലിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ CMYK ഔട്ട്പുട്ട് എന്താണെന്ന് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് RGBയുടെ എല്ലാ ഫിൽറ്ററിങ് ഓപ്ഷൻസും ഉപയോഗിക്കാൻ പറ്റും. RGB ഡോക്യുമെന്റിൽ ഓപ്പൺ ചെയ്ത ഫോട്ടോഷോപ്പ് ഡോക്യുമെന്റ് CMYK പ്രിവ്യൂ കിട്ടാനായിട്ട് Ctrl+Y എന്നുള്ള ഷോർട്ട് കീ പ്രസ് ചെയ്താൽ മതിയോ. ഇതാണ് നമ്മൾ വർക്ക് ഫ്ലോയുമായി ബന്ധപ്പെട്ട് കളറും ഡോക്യുമെന്റും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ. കളർ കടൽ പോലെയാണ്, തീരില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം.